മുൻകൂർ അനുമതിയില്ലാതെ ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പലുകൾ കടന്നു പോകരുതെന്ന മുന്നറിയിപ്പുമായി ഇറാൻ റവല്യൂഷണറി ഗാർഡ് അന്താരാഷ്ട്ര സമുദ്ര സംഘടനയുമായി ചേർന്ന് രൂപം നൽകിയ പുതിയ കപ്പൽ ചാലിനെ ശക്തമായി എതിർക്കുമെന്നും ഇറാൻ. പുതിയ കപ്പൽ പാത വഴി പുറപ്പെട്ട 4 കപ്പലുകൾ പിൻവാങ്ങിയെന്ന് ബ്ലൂംബർഗിന്റെ റിപ്പോർട്ട്. UAE ഒമാൻ തീരങ്ങളോട് ചേർന്ന് ഒമാന്റെ മുസന്തം പെനിൻസുല വഴിയാണ് പുതിയ പാത തുറന്നത്. ഒമാൻ ഇറാൻ വിദേശകാര്യമന്ത്രിമാർ ഫോണിൽ ചർച്ച നടത്തി. ഹോർമുസിൽ ഫീസ് ഏർപ്പെടുത്താൻ അനുവദിക്കില്ലെന്ന് ഗൾഫ് രാജ്യങ്ങൾക്ക് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഉറപ്പ്. സുരക്ഷാ ഭീഷണി ഉണ്ടായാൽ ഹിസ്ബുള്ളക്കെതിരെ ആഞ്ഞടിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയെന്ന് നെതന്യാഹു. MCA നാസർ വിശദാംശങ്ങളുമായി ദുബായിൽ നിന്ന്. MCA, മുന്നറിയിപ്പില്ലാതെ ഹോർമുസ് വഴി കടന്നു പോകരുതെന്ന ഇറാന്റെ പുതിയ മുന്നറിയിപ്പിനെ എങ്ങനെ കാണാം? അത് ഈ വെടിനിർത്തലിനായുള്ള ഉടമ്പടികളുടെ ലംഘനമായി കാണണമോ? ഇത് പുതിയ സംഘർഷങ്ങൾക്ക് വഴിവെക്കുമോ MCA? സൈഫുദ്ദീൻ, സംഘർഷരഹിതമായിട്ടുള്ളൊരു അവസ്ഥ രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അല്പം മുമ്പ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ഒമാൻ വിദേശകാര്യമന്ത്രിയുമായിട്ട് ടെലിഫോണിൽ സംസാരിച്ചു. ആ സംസാരം വളരെ ദീർഘനേരം നീണ്ടുനിന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഏതായാലും നിലവിലുള്ള ഒരവസ്ഥയിൽ ഏതെങ്കിലും അർത്ഥത്തിൽ പ്രകോപനപരമായ നീക്കങ്ങളുമായി മുന്നോട്ട് പോകരുതെന്ന് ഇറാൻ നേതൃത്വം ഒമാനെ അറിയിച്ചതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. കാരണം ഇന്നലെയാണ് പുതിയ ഒരു കപ്പൽപാത അല്ലെങ്കിൽ കോറിഡോർ രൂപപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഒമാന്റെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം വന്നത്. അന്താരാഷ്ട്ര സമുദ്ര സംഘടനയുമായി ബന്ധപ്പെട്ട് ഈ ഹോർമുസ് ഭാഗത്ത് തമ്പടിച്ചിരിക്കുന്ന നൂറുകണക്കിന് കപ്പലുകളിലെ ജീവനക്കാരെ രക്ഷപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കോറിഡോർ തുറന്നത് എന്നായിരുന്നു ഒമാൻ നൽകിയിരിക്കുന്ന വിശദീകരണം. അത് ഈ മുസന്തം പെനിൻസുലയോട് ചേർന്നുകൊണ്ടാണ് ഈ ഒരു കപ്പൽപാത രൂപപ്പെടുത്തിയത്. അതിലൂടെ ചില കപ്പലുകൾ കടന്നുപോയതായ റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിരുന്നു. പക്ഷേ അത് നിലവിലുള്ള ഒരു സ്റ്റാറ്റസ് കോയുടെ ലംഘനമാണ്. അത്തരം നീക്കങ്ങൾ ഉപേക്ഷിക്കണമെന്ന ഒരു അഭ്യർത്ഥന ഇറാൻ മുന്നോട്ട് വെച്ചു എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാവുന്നത്. എന്തായാലും അനുമതി കൂടാതെ ഹോർമസിലൂടെ ഒരു കപ്പലുകളെയും തങ്ങൾ കടത്തിവിടുകയില്ല. കൃത്യമായിട്ടുള്ള അനുമതിക്കായിട്ട് അപേക്ഷ നൽകേണ്ടതുണ്ട്. ആ അപേക്ഷ പരിഗണിച്ച് മാത്രമാണ് ഇപ്പോൾ തങ്ങൾ കപ്പലുകൾക്ക് അനുമതി നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനെ മറികടക്കാൻ ഏതെങ്കിലും രാജ്യമോ ഏതെങ്കിലും കമ്പനികളോ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുമെന്നാണ് ഇപ്പോൾ IRGC മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പ്രതിസന്ധി കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തങ്ങൾ ചില ഇടപെടലുകൾ നടത്തുന്നതെന്ന് കൂടി ഇറാൻ നേതൃത്വം വിശദീകരിക്കുന്നുണ്ട്. അതിനിടെയാണ് UK കേന്ദ്രമായിട്ടുള്ള സമുദ്രയാന അതോറിറ്റിയുടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നത്. ഈ ഹോർമുസ് ഭാഗത്ത് ഒരു കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ഒരു അജ്ഞാത ഡ്രോണാണ് കപ്പലിന് നേരെ ആക്രമണത്തിന് പ്രയോജനപ്പെടുത്തിയത്. പക്ഷേ കപ്പലിന് കാര്യമായിട്ടുള്ള സാരമായ നഷ്ടങ്ങൾ സംഭവിച്ചതായിട്ട് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷേ ആർക്കെങ്കിലും ആളപായം ഉണ്ടായിട്ടില്ല എന്നുകൂടി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും സ്ഥിതിഗതികൾ ഏതെങ്കിലും അർത്ഥത്തിൽ വഷളാകാതെ നോക്കുന്ന ഒരു അവസ്ഥയിലാണ്. കാരണം അത്രയും തീക്ഷ്ണമായിട്ടുള്ള ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ കരുതലോടുകൂടി മാത്രമായിരിക്കും ഇക്കാര്യങ്ങളിൽ തങ്ങളുടെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടാവുക എന്നുകൂടി ഇറാൻ നേതൃത്വം അറിയിക്കുന്നുണ്ട്. പക്ഷേ ഈ അല്പം മുമ്പ് ബഹ്റൈനിൽ ചേർന്ന GCC വിദേശകാര്യമന്ത്രിമാരുടെയും മറ്റ് നേതാക്കളുടെയും യോഗത്തിൽ കൃത്യമായി തന്നെ ഈ രാജ്യങ്ങൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോക്ക് മുമ്പാകെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഒരു നിരക്കും ഈ കപ്പൽപാത ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ സ്വത്തായിട്ട് മാറ്റാനോ അവിടെ തങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന വിധം ഫീസ് ഏർപ്പെടുത്താനോ അനുവദിക്കരുത് എന്നാണ് ഗൾഫ് രാജ്യങ്ങൾ കൂട്ടായി തന്നെ ഇപ്പോൾ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഏതെങ്കിലും അർത്ഥത്തിൽ ഇറാനുമായിട്ട് ഭാവിയിൽ ഒരു അന്തിമ കരാർ വരികയാണെങ്കിലും ഈ കപ്പൽപാത പൂർണ്ണമായിട്ടും സ്വതന്ത്രമായി തന്നെ നിലനിൽക്കേണ്ടതുണ്ട്. അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പിലേക്കോ വ്യവസ്ഥകളിലേക്കോ അമേരിക്ക നീങ്ങരുത്. അതിനെതിരായിട്ടുള്ള ഒരു വികാരം കൂടിയാണ് ഗൾഫ് രാജ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ആ വികാരം തങ്ങൾ ഉൾക്കൊള്ളുന്നതായും ഈ കപ്പൽപാതയിൽ ഫീസ് ഏർപ്പെടുത്താനുള്ള ഒരു നീക്കവും തങ്ങൾ അനുവദിക്കുകയില്ല എന്നുകൂടി US സ്റ്റേറ്റ് സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇറാന് പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് വൻ തുക നൽകാൻ ഗൾഫ് രാജ്യങ്ങൾ തയ്യാറാകുമെന്ന അമേരിക്കൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളെയും ഗൾഫ് രാജ്യങ്ങൾ തള്ളുകയാണ്. അങ്ങനെ ഒരു ഉപാധിയും തങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളിലോ ഇറാനോ അമേരിക്കക്കോ നൽകിയിട്ടില്ല എന്നുകൂടി ഗൾഫ് രാജ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലബനാനിൽ ഹിസ്ബുല്ല ഈ നിലവിലുള്ള ഒരു സമാധാന ചർച്ചയ്ക്ക് വിലങ്ങുതടിയാവുന്ന സാഹചര്യം ഉണ്ടായത്. അതിനെ ചെറുക്കേണ്ടതുണ്ട്. ലബനാന്റെ പൂർണ്ണമായിട്ടുള്ള പരമാധികാരം ആ രാജ്യത്തിന് വിട്ടുകൊടുക്കേണ്ടതുണ്ട്. അവിടെ മറ്റൊരു പ്ലേയേഴ്സ് കയറി കളിക്കാനോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഇംഗിതം നടപ്പാക്കാനോ ഉള്ളൊരു നീക്കത്തെ തങ്ങൾ അനുവദിക്കാൻ പോകുന്നില്ല എന്നുകൂടി ഗൾഫ് രാജ്യങ്ങൾക്ക് വളരെ കർശനമായി തന്നെ അമേരിക്കക്ക് മുന്നറിയിപ്പ് നൽകിയതായിട്ട് റിപ്പോർട്ടുകൾ കൂടിയാണ് പുറത്തുവിടുന്നത്. അതേസമയം ചർച്ചകൾ സുഗമമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് അമേരിക്കയും ഇറാനും വ്യക്തമാക്കുന്നു. ഈ മാസം 29, 30 തീയതികളിലാണ് സ്വിറ്റ്സർലാൻഡിൽ 2ാം വട്ട സാങ്കേതിക തല ചർച്ച നടക്കുന്നത്. അത് 1-2 ദിവസങ്ങൾ കൂടി നീണ്ടു നിൽക്കും.
നിൽക്കും. എന്തായാലും ഈ 2 മാസത്തിനുള്ളിൽ പരമാവധി ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനും ആണവ വിഷയത്തിൽ ഉൾപ്പെടെ ഒരു കൃത്യമായിട്ടുള്ള ധാരണയിലെത്താനുമുള്ള തിരക്കിട്ട നീക്കങ്ങളാണ് നടക്കുന്നത്. പക്ഷേ ഇസ്രായേൽ ലബനാന്റെ കാര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇന്നും പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങളും പ്രസ്താവനകളും തുടരുകയാണ്. ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു ആക്രമണം ഹിസ്ബുല്ലയുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതിശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നെതന്യാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ലബനാനിലെ സ്ഥിതി ഇപ്പോൾ വെടിനിർത്തൽ ഏറെക്കുറെ ശാന്തമായിട്ടുള്ള അവസ്ഥയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ അത് തകിടം മറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇറാൻ അമേരിക്ക സമാധാന കരാർ നീക്കങ്ങളെയും പ്രതികൂലമായിട്ട് ബാധിക്കും. സൈഫുദ്ദീൻ. ശരി, MCA നാസറാണ് വിശദമായ വിവരങ്ങൾ ദുബായിൽ നിന്ന് നൽകിയത്.